ഹലോ, ആട്ടിൻ തോലിട്ട ചെന്നായ. ഈ കഥ നമ്മളിൽ മിക്കവർക്കും അറിയാവുന്ന ഒന്നാണ് അല്ലേ? പക്ഷേ ഈ കേട്ടുമറന്ന കഥയുടെ പിന്നിൽ ഒരു വലിയ പാഠമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രശസ്തമായ കഥയിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാലോ. അപ്പോൾ കഥയുടെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെന്നായയ്ക്ക് ശരിക്കും ഒരു ആട്ടിൻകൂട്ടത്തിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാമല്ലേ? പക്ഷേ ഈ ചോദ്യത്തിലാണ് നമ്മുടെ കഥയുടെ മുഴുവൻ സാരവും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു വശത്ത് സമാധാനമായി പുല്ലുമേയുന്ന ആടുകൾ, മറുവശത്ത് വിശന്നു പൊരിഞ്ഞൊരു ചെന്നായ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നല്ല പച്ചപ്പുള്ളൊരു കുന്നിൻ ചെരിവ്. അവിടെ തടിച്ചുകൊഴുത്ത കുറെ ആടുകൾ ഒരു പേടിയുമില്ലാതെ പുല്ലുമേയുന്നു. അവർക്ക് കാവലായി വടിയുമൊക്കെയായി ഒരു ഇടയനുമുണ്ട്. എല്ലാം പെർഫെക്റ്റ്. പക്ഷേ ആ ശാന്തത അധിക നേരം നീണ്ടു നിൽക്കില്ലായിരുന്നു. കാരണം കുറച്ചപ്പുറത്ത് കാടിന്റെ മറവിൽ നിന്ന് വിശന്ന് കണ്ണു കത്തുന്ന ഒരു ചെന്നായ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ആ ചെന്നായയുടെ മനസ്സിൽ അപ്പോൾ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഓ, എന്ത് നല്ല കൊഴുത്ത ആടുകളാണിത്! ഇതിലൊന്നിനെ എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന്. വിശപ്പ് സഹിക്കാൻ വയ്യ. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ ഇടയൻ, അയാൾ എങ്ങനെ മറികടക്കും? അപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? ഇവിടെയാണ് നമ്മുടെ ചെന്നായ വെറുമൊരു വേട്ടക്കാരൻ മാത്രമല്ല, നല്ലൊരു ബുദ്ധിമാൻ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവന്റെ പ്ലാൻ എന്തായിരുന്നു നമുക്ക് നോക്കാം. അവന്റെ പ്ലാന് ശരിക്കും പറഞ്ഞാൽ 4 സിമ്പിൾ സ്റ്റെപ്പുകളായിരുന്നു. ഒന്നാമത്, ആ ഇടയന്റെ കണ്ണ് വെട്ടിക്കണം. രണ്ടാമത്, എവിടെ നിന്നെങ്കിലും ഒരു ആട്ടിൻതോൽ സംഘടിപ്പിക്കണം. പിന്നെ അതിട്ടുകൊണ്ട് പതുക്കെ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ കൂടണം. അതായത് പുറത്തുനിന്ന് ആക്രമിക്കുന്നതിനേക്കാൾ എളുപ്പം അകത്ത് കടന്ന് പറ്റുന്നതാണെന്ന് അവൻ ചിന്തിച്ചു. ശരിക്കും ബ്രില്യൻ്റ് ഐഡിയ അല്ലേ? ഈ ആട്ടിൻതോലും കൂടി ഇട്ടതോടെ ചെന്നായയ്ക്കൊരു പ്രത്യേക ധൈര്യം വന്നു. അവൻ സ്വയം പറഞ്ഞു, ഇനി ഒരു ഇടയനും എന്നെ തിരിച്ചറിയില്ല. ഈ ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുതന്നെയാണ് പിന്നീട് അവന് പാരയായത്. പ്ലാൻ വർക്കൗട്ടായി എന്നവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യമൊന്നും നോക്കിക്കേ. ഒരു സൈഡിൽ രാത്രി ആകുമ്പോൾ കൂട്ടത്തിൽ ഒന്നിനെ പിടിക്കാം എന്ന് പ്ലാൻ ചെയ്ത് ചെന്നായിരിക്കുന്നു. മറ്റേ സൈഡിലോ തങ്ങളുടെ കൂട്ടത്തിലൊരു ശത്രു ഒളിച്ചിരിപ്പുണ്ടെന്നറിയാതെ ആ പാവം ആടുകളും ഇടയനും സന്തോഷത്തോടെ തൊഴുതിലേക്ക് തിരിച്ചു പോകുന്നു. ഈയൊരു കോൺട്രാസ്റ്റാണ് കഥയ്ക്കൊരു ത്രില്ല് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ ഒരൊറ്റ ചെറിയ തെറ്റുമതി എല്ലാം കുളവാകാൻ, അല്ലേ? നമ്മുടെ ചെന്നായയുടെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. നമുക്ക് നോക്കാം ആ അബദ്ധം എന്തായിരുന്നുവെന്ന്. അപ്പോൾ രാത്രിയായി. തൊഴുത്തില് ആടുകളെല്ലാം ഉറങ്ങുകയാണ്. നമ്മുടെ ചെന്നായയാണെങ്കിലേ പറ്റിയൊരു ഇരയെ നോക്കി ഒരു മൂലയിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ദൂരെ കാട്ടിൽ നിന്ന് വേറെ കുറെ ചെന്നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. ഇത് ശരിക്കും നമ്മുടെ ചെന്നായയുടെ കൺട്രോള് പോകുന്നൊരു നിമിഷമായിരുന്നു. അവിടെയാണ് ആ വലിയ തെറ്റുപറ്റിയത്. താനൊരു ആടിന്റെ വേഷത്തിലാണ്, ആട്ടിൻതൊഴുത്തിലാണ് എന്നൊക്കെ അവൻ ആ നിമിഷം മറന്നുപോയി. തന്റെ കൂട്ടുകാരുടെ വിളി കേട്ടപ്പോൾ അവന്റെ ഉള്ളിലെ ചെന്നായ ഉണർന്നു. അവൻ അറിയാതെ തന്നെ ഉച്ചത്തിൽ തിരിച്ചു ഓരിയിട്ടുപോയി. കണ്ടോ, അവന്റെ ബുദ്ധിയെ അവന്റെ യഥാർത്ഥ സ്വഭാവം ഒറ്റ നിമിഷം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. ആ ഒരൊറ്റ ഓരിയിടൽ മതിയായിരുന്നു. അതോടെ കളി കഴിഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ കള്ളത്തരം എങ്ങനെയാണ് പൊളിഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അത് ശരിക്കും ഒരു ചെയിൻ റിയാക്ഷൻ പോലെയായിരുന്നു. ചെന്നായ ഒരിയിട്ടതും തൊഴുത്തിലെ ആടുകളെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. ഈ ബഹളം കേട്ട് ഇടയൻ വടിയും വിളക്കുമായി ഓടിവന്നു. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ ആടുകളുടെ ഇടയിൽ നിന്ന് ഓരിയിടുന്ന ആളെ കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. ആട്ടിൻതോലിനുള്ളിലെ ചെന്നായ. കണ്ടോ, ഒരൊറ്റ ശബ്ദം, അതോടെ എല്ലാം തീർന്നു. ഇടയന് ദേഷ്യവും അത്ഭുതവും അടക്കാനായില്ല. അയാൾ ചോദിച്ചു, അപ്പോ നീയായിരുന്നില്ലേ ആടിന്റെ വേഷം കെട്ടി വന്ന ചെന്നായ? അതോടെ ആ ചതി അവിടെ പൂർണ്ണമായി വെളിച്ചത്തായി. പിടി വീണു എന്ന് മനസ്സിലായതോടെ ചെന്നായയുടെ എല്ലാ ധൈര്യവും പോയി. പിന്നെ അവിടെ നിന്നില്ല. ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. അത്രയും ബ്രില്യൻ്റായി പ്ലാൻ ചെയ്ത ഒരു കാര്യം ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഈ കഥയിൽ നിന്ന്, അതായത് ഇത്രയും കൗശലം നിറഞ്ഞ ഒരു പ്ലാനിന്റെ ഈ നാടകീയമായ പരാജയത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്? ഈ കഥയുടെ മോറൽ വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പവർഫുള്ളുമാണ്. സത്യം അല്ലെങ്കിൽ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എത്രയൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് പുറത്തുവരും. ചെന്നായ ആട്ടിൻതോലിട്ടു, പക്ഷേ അവന്റെ ഉള്ളിലെ ചെന്നായ മാറിയില്ലല്ലോ. ആ സത്യമാണ് അവസാനം പുറത്തു വന്നത്. അപ്പോൾ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? 1. ചതി എന്നത് ഒരു താൽക്കാലിക പരിപാടി മാത്രമാണ്. 2. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എപ്പോഴും ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല. 3-മത്തെ കാര്യം, ആ ചെന്നായയ്ക്ക് പറ്റിയ പോലെ ഒരൊറ്റ ചെറിയ തെറ്റുമതി നമ്മുടെ എല്ലാ പ്ലാനും പൊളിയാൻ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പെട്ടെന്ന് തന്നെ ഒരു ഫലം ഉണ്ടാകും എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ. അപ്പോൾ
പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. എപ്പോഴും ഇങ്ങനെ വേഷം മാറുന്നത് പരാജയപ്പെടുമോ? അതോ ഈ കഥയിലെ ചെന്നായ്ക്ക് പറ്റിയ ഒരൊറ്റ അബദ്ധം കൊണ്ടാണോ അവൻ തോറ്റത്? നിങ്ങളെന്താണ് കരുതുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.